അപ്പൊ ഇന്ന് അടുത്തൊരു അമ്പലത്തിൽ തെയ്യം പറഞ്ഞു, അമ്പലത്തിലല്ല തറവാട്ടിൽ. അപ്പോൾ അന്നദാനെല്ലാം കൊണ്ടുവരും. അപ്പൊ തെയ്യം കാണാൻ ഫുഡും കഴിക്കാം. അപ്പൊ എങ്ങനെ പോവാല്ലേ? ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു പിള്ളേർ ഡ്രസ് കോഡാക്കിയതായിരിക്കുന്നു. അപ്പോഴാ പിള്ളേർ പറഞ്ഞ് കൈകൊട്ടി കളിയുണ്ട്. അങ്ങനെ പരിപാടി പോകണം കേട്ടോ. മേലരിക്കലും തീ വെച്ച് തുടങ്ങി പുലർച്ചെ 2 മണിക്ക് കേട്ടോ തെയ്യം വരുന്നത്. അപ്പോഴത്തേക്ക് ഇത് കത്തിത്തീരുമ്പോൾ കത്തിട്ട് ഒരു കനലായിട്ട് മാറും. അവിടെ തകൃതി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ആരോ പറഞ്ഞ അന്നദാനം കൊടുക്കാം, എല്ലാരും അന്നദാനം ചോറ് അന്നദാനം ഫസ്റ്റ്. നീ ആര് വെല്ലിച്ചല്ല പൊഴിപ്പിച്ച് കുഞ്ഞിനെ ചോറിപ്പിക്കും. മുണ്ടിൽ തോർത്തുന്നുണ്ട്. ഒന്ന് പറയാനില്ലേ? ഓ ചൂട് മനസ്സിൽ ചൂട്. എന്നാൽ ആ തീരടുത്ത് നിന്നില്ലേ? അതെ, ആ തീരത്ത് നിന്നതിന്റെ ചൂട് വേറെ, എടുത്തപ്പോ ആ കൂട്ടത്തിലായിട്ട് ചൂട് വേറെ. ഞാനിക്ക് എന്ത് പറയാനില്ലേ? നല്ല രസിക്കുന്നുണ്ടല്ലേ കണ്ണൻ ഭായി. ഇപ്പോഴും കണ്ണൻ വൈഫ് മാനേജ്മെന്റ് പിള്ളേരെ പറ്റിക്കുന്ന വാശിയായിട്ടുണ്ടോ? ഞാനും വിദേശേട്ടന്റെ മാതിരി വിദേശേട്ടനെ കുറച്ച് കമ്മിറ്റ്മെന്റ് ഇങ്ങനെ പ്രത്യേക സാരികൾ മാത്രം കാണുന്നു. സമയത്ത് മാത്രം പണ്ട് ഞാനിങ്ങനെ ഉണ്ട്. എന്റെ പിന്നെ അറിയാലോ, പരിപാടി കഴിഞ്ഞു. ഫുഡിന്റെ അടുത്ത് അരേട്ടാ വെള്ളമില്ലേ? വെള്ളം മാത്രമേ ഇല്ലു. വെള്ളം മാത്രമേ ഇല്ലു. വാവട്ടനെ നിർത്തിയില്ലല്ലോ വെള്ളത്തിന്റെ അടുത്ത്. അച്ചാർ, ചിക്കൻ കറി എല്ലാം ഉണ്ട്. അങ്ങനെ ചോറ് കിട്ടി. ഇരിക്കാൻ ഒരു സ്ഥലം പോലും ഇല്ല. ഭയങ്കര തിരക്കാണ് ഇടല്ലോ, മൊത്തം തിരക്ക്. ഗൈസ് അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഒരു സ്ഥലം കിട്ടി ഇരിക്കാൻ വേണ്ടിട്ട്. ഇവിടെ നല്ല ഇതുണ്ട്, സീറ്റിലുണ്ട്. എന്നിട്ട് ആളെ എല്ലാരും വന്നിട്ട് തിരക്ക് കൂട്ടുന്നത്. ആയിട്ട് സന്ധ്യച്ച് കുറെ സമയമല്ലോ. ചിക്കൻ കൂട്ടി വാങ്ങണമെന്നാണ് ആഗ്രഹം. ഇത്ര മോടി എന്ന് പറയണ്ടത് കാസർഗോഡ് ബ്ലോഗാണ്. എന്തേ നോക്ക് ചങ്ക നീ തിന്നില്ലേ? ഏടാ എന്തായാലും അവന്റെ അച്ഛൻ നിന്റെ ചങ്കല്ലേ, പിന്നെന്താ പ്രശ്നം? ഏളപ്പൻ ചങ്കല്ലേ? കണ്ണാ കൈയിട്ട് വരല്ല, കണ്ണേ മണ്ടേ ഉഷാറോട്ടോ കൈയിട്ട് വരാൻ വേണ്ടിട്ട്. അപ്പൊ അവൻ കുഞ്ഞിനെ ചിക്കൻ കറി ഇട്ട് വരി. ഞാനി എന്തോ ബാങ്ക് എവിടെ പോവാണ്, തിരക്കിലെന്ന് തോന്നല്ലേ? ഫുഡാ? പക്ഷെ നീ ഇത്ര തിരക്ക് എവിടെ പോയാലും ഫുഡ് കഴിച്ചിട്ട് എവിടെ പോയില്ലേ? കൈയിട്ട് വരല്ലടാ, എന്നിട്ട് എക്സ്ട്രാ ചിക്കനാ. ആ കുഞ്ഞിന്റെ ശാപലയുടെ കൊണ്ട് തീർക്കുന്നേ അല്ലേ? എന്നിട്ട് എനിക്കിപ്പോ നിക്കാലപ്പോ വെള്ളം കട്ട വെയിറ്റിംഗ് ആണ്. ഇതാ കോട്ടയം തെയ്യത്തിന് വേണ്ടിട്ട് ഈ തീ ഇത് ആ സമയത്ത് പൂജപ്പുര ഇറക്കിയ സാധനം ഉണ്ട്. പൂജപ്പുര പിന്നെ തകരപ്പറമ്പ്. കണ്ണ് തെറ്റുന്നില്ല, ചെക്കെന്താ മൈക്ക് കയ്യിലെടുത്തിട്ടാകുമ്പോ പിന്നെ അപ്പൊ തന്നെ അവൻ എന്ത് പറയുന്നത് അവനെന്നെ ഒന്നും മനസ്സിലാവില്ല. എന്തെങ്കിലും പറഞ്ഞോ, മൈക്ക് കയ്യിലിട്ടാ മതി. പൊട്ടന്തയും നടക്കുന്നതായിട്ട് മുംബൈയിൽ വിഷ്ണുമൂർത്തി ദൈവത്തിന്റെ തിടുങ്കലുണ്ട് കേട്ടോ. അതാണ് ഇപ്പൊ നടക്കുന്നത്. പിള്ളേരെ ഭയങ്കര ടയർഡായിട്ട് ഉറക്കെല്ലാം വരാൻ തുടങ്ങി. ഇപ്പോൾ ഈ തിരങ്ങിൽ കഴിഞ്ഞിട്ട് വേണം പിള്ളേരെ കലാപരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട്. ചൂടായതിൻ്റെ ഉള്ളിൽ അധിക സമയം നിൽക്കാനായിട്ട് ഞാൻ മെല്ലെ പുറത്തേക്ക് ചാടിയിട്ടാ. അപ്പോഴത്തേക്ക് ആ പിള്ളേരെ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്.
ഗൈസ് പൊട്ടൻ തെയ്യം തുടങ്ങി ഗൈസ്. നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇത്ര ടൈം വെയിറ്റ് ചെയ്തത്. Yes, guys. ഇതെൻ്റെ ഒരു ബെസ്റ്റ് മൂമെൻ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ പൊട്ടൻ തെയ്യം കാണുന്നത് തന്നെ. ഉറക്കമൊഴിച്ചിട്ട് കാത്തിരുന്നത് വെറുതെ ആയിട്ടാ. ഉറക്കമൊഴിച്ച് കാത്തിരുന്ന് കാണേണ്ട ഒരു തെയ്യം തന്നെ കേട്ടോ ഈ പൊട്ടൻ തെയ്യം.